വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വകുപ്പുകളുടെ ഏകോപനക്കുറവുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ജില്ലാ കളക്ടർ സർക്കാരിന് ഉടൻ റിപ്പോർട്ട് കൊടുക്കും. വയനാട്ടിലേതുപോലെ ആറളത്തും ആക്ഷൻ പ്ലാൻ നടപ്പാക്കുമെന്നും AK ശശീന്ദ്രൻ. ആറളത്താണെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു മേഖലയായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് അങ്ങനെ അരുതാത്തത് സംഭവിച്ചു. ആ സംഭവത്തിൽ ഇനിയിപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അവർ നാട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട്. സ്ഥലം MLA ബഹുമാനപ്പെട്ട സണ്ണി ജോസഫും സംഭവ സ്ഥലത്തുണ്ട്. അവരുമായി ഞാൻ സംസാരിച്ചു. ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. പോലീസ് മേധാവിയുമായി സംസാരിച്ചു. വനം വകുപ്പിലെ ചീഫ് വൈൽഡ് വാർഡൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ആറളം ഫാമിൽ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നതാണ് പ്രകോപനത്തിന് കാരണം. ആറളം സ്വദേശികളായ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ആറളം ഫാം ബ്ലോക്ക് 13 ഓടച്ചാലിൽ കശുവണ്ടി ശേഖരിക്കാൻ പോയപ്പോഴാണ് ഈ ദമ്പതികളെ കാട്ടാന ആക്രമിച്ചതും അവർ കൊല്ലപ്പെട്ടതും. എന്തായാലും പ്രദേശത്ത് സംഘർഷാവസ്ഥ, ആംബുലൻസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അവിടത്തേക്ക് ഇപ്പോൾ കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.